നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മുഖ്യമന്ത്രി വിമാനത്തിൽ കൊല്ലാൻ ശ്രമിച്ച കേസ് 3 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. കേന്ദ്രാനുമതി ലഭിക്കാത്തത് കുറ്റകൃത്യത്തിന് തെളിവില്ലെന്ന് വ്യക്തമാക്കുന്നുവെന്ന് ഒന്നാം പ്രതി ഫർസീൻ മജീദ്. ദക്ഷിണകാശിയിൽ ഉത്സവനാളുകൾ. ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തർ. കൊട്ടിയൂർ പ്രകൃതിയും മനുഷ്യനും സമന്വയിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. ജൂലൈ 4 തൃക്കലശാട്ടോടെ കൊട്ടിയൂർ ഉത്സവം സമാപിക്കും. കരിയാട് വിരിഞ്ഞിറങ്ങിയത് 20 പെരുമ്പാമ്പിൻ കുട്ടികൾ. 1 മാസത്തോളം മുട്ടകളെ സംരക്ഷിച്ചത് സർപ്പ വളണ്ടിയേഴ്സ്. വിരിഞ്ഞിറങ്ങിയ കുട്ടികളെ കാട്ടിലേക്ക് തുറന്നുവിട്ടു. മുട്ടകൾ വിരിയിച്ചെടുത്തത് കൃത്രിമാന്തരീക്ഷത്തിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. KS ശബരിനാഥൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസീൻ മജീദ്, നവീൻ കുമാർ, സുനീത് നാരായണൻ എന്നിവർ പ്രതികളായ കേസിലാണ് പോലീസ് നടപടി വൈകുന്നത്. കുറ്റപത്രത്തിന് കേന്ദ്രാനുമതി ലഭിക്കാത്തതാണ് പോലീസിനെ കേസിൽ വെട്ടിലാക്കിയത്. 2022 ജൂൺ 13 കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത്. തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധമറിയിച്ചത്. മുഖ്യമന്ത്രിയെ വെച്ചേക്കില്ലെന്ന് ആക്രോശിച്ചുവെന്നും വിമാനത്തിന് ഭീഷണിയുണ്ടാക്കിയെന്നുമായിരുന്നു FIR. വധശ്രമത്തിന് പുറമെ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിച്ചുവെന്ന വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്തതാണ് പോലീസിന് തന്നെ തിരിച്ചടിയായത്. സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി ആവശ്യമായി വന്നതോടെ പോലീസ് പെട്ടു. 3 വർഷമായി കേന്ദ്രം കുറ്റപത്രത്തിന് അനുമതി നൽകിയിട്ടില്ല. സർക്കാർ കത്തയച്ചിട്ടും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ല. കേന്ദ്രാനുമതി ലഭിക്കാത്തത് കുറ്റകൃത്യത്തിന് തെളിവില്ലെന്നത് വ്യക്തമാക്കുകയാണെന്നാണ് കേസിലെ ഒന്നാം പ്രതി ഫർസീൻ മജീദിന്റെ വാദം. കേരളത്തിനെ നടുക്കിയ അന്നത്തെ വലിയ ചർച്ചയായിരുന്ന മുഖ്യമന്ത്രി വിമാനത്തിനകത്ത് വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് ഇന്ന് 3 വർഷം എത്തി നിൽക്കുകയാണ്. അതിനകത്ത് ഒന്നാം പ്രതിയെ ചേർത്തിരിക്കുന്നതാണ് എൻ്റെ പേരിലുണ്ടായ കുറ്റം എന്ന് പറയുന്നത്. പക്ഷേ 3 വർഷം എത്തി നിൽക്കുന്ന ഇന്ന് പോലും ആ കേസിനകത്ത് കേരളത്തിലെ പോലീസ് കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം, ചാർജ് ഷീറ്റ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കേസ് തെളിയിക്കുവാനോ അതിനകത്തെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ കേരളത്തിലെ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ ഞങ്ങളൊക്കെ ഗുണ്ടയാണ്, ക്രിമിനലുകളാണ്, ഈ നാടിനകത്തുനിന്നും നാട് കടത്തേണ്ട, കാപ്പ വരെ ചുമത്തേണ്ട ക്രിമിനലുകളാണെന്ന് അന്നത്തെ ഭരണകൂടം, പോലീസ് നമ്മളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞതിന് ശേഷം 3 വർഷം എത്തി നിൽക്കുമ്പോൾ പോലും അതിനകത്ത് കോടതിക്ക് മുമ്പിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് ഈ ഭരണകൂടം മാറുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഇത് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒരു കഴമ്പില്ല എന്ന തരത്തിലേക്ക് ഇതെത്തുമ്പോൾ നമ്മളൊക്കെ 3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സാഹചര്യത്തിലാണ് ഇന്നും എത്തി നിൽക്കുന്നത്. ഇതൊക്കെ ഈ നാടിനകത്തെ സമൂഹവും ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അന്ന് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി എൻ്റെ വിദ്യാലയം, ഞാൻ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ, എൻ്റെ വിദ്യാലയത്തിന് മുമ്പിൽ വന്ന് സമരങ്ങൾ നടത്തി എൻ്റെ സ്കൂളിനകത്തെ കുട്ടികളുടെ EC വാങ്ങി പോകാൻ വരെയുള്ള ശ്രമമുണ്ടായി. അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചത് ഈ നാടിനകത്തെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ്. വലിയ തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലായാലും ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായാലും ഏത് തരത്തിലും വേട്ടയാടപ്പെടുമ്പോൾ ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെയുള്ള പോരാട്ടത്തിനകത്ത് കേരളത്തിനകത്തെ പിണറായി വിജയൻ ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിനകത്ത് നരേന്ദ്രമോദി എന്താണോ എതിരാളികൾക്ക് എതിരെ ഉപയോഗിക്കുന്നത് അത് തന്നെ കേരളത്തിനകത്ത് പിണറായി വിജയനും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശംഖുമുഖം SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെയായിരുന്നു കേസ് അന്വേഷണം ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സംഘം തന്നെ ഇപ്പോൾ നിലവിലില്ല. അന്വേഷണം പതിയെ അവസാനിപ്പിച്ച മട്ടുമാണ്. മുദ്രാവാക്യം വിളിച്ചതിന്റെ ദൃശ്യങ്ങൾക്കപ്പുറം പുതിയ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതും കേസിലെ വീഴ്ചയാണ്. ആഭ്യന്തര വകുപ്പിന്റെ അധിപൻ കൂടിയായ പിണറായി വിജയന് നേരെയുള്ള അതിക്രമ കേസിലാണ് പോലീസിന് നാണം കെടേണ്ടി വരുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2025-26 അധ്യയന വർഷം നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ക്ലാസ് സംഘടിപ്പിച്ചു. പട്ടുവം ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ K. ശ്രീകാന്ത് പുകയില നിയമത്തെക്കുറിച്ചും ദൂഷ്യവശങ്ങളെക്കുറിച്ചും ക്ലാസ് നൽകി. പ്രധാന അധ്യാപിക മായ ടീച്ചർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും മാരക രോഗങ്ങൾക്കും കാരണമായ പുകവലിയും പുകയില ഉപഭോഗവും ഇല്ലാതാക്കി എന്റെ വിദ്യാലയവും വീടും ഗ്രാമവും രാജ്യവും പുകയില
രഹിതമാക്കുമെന്നും പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ നീന സിസ്റ്റർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നൽകി. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ശ്രീകാന്ത് പുകയില നിയമത്തെക്കുറിച്ചും ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും നടത്തി. സംഘം പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവൾ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സെക്രട്ടറി വികാസ് സ്വാഗതം പറഞ്ഞു. തുടങ്ങിയ ലഹരിപദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബത്തെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരിപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കൊല്ലാൻ ശ്രമിച്ച കേസ് 3 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. കേന്ദ്രാനുമതി ലഭിക്കാത്തത് കുറ്റകൃത്യത്തിന് തെളിവില്ലെന്ന് വ്യക്തമാക്കുന്നുവെന്ന് 1-ാം പ്രതി ഫർസീൻ മജീദ്. ദക്ഷിണകാശിയിൽ ഉത്സവനാളുകൾ. ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തർ. കൊട്ടിയൂർ പ്രകൃതിയും മനുഷ്യനും സമന്വയിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. ജൂലൈ 4 തൃക്കലശാട്ടോടെ കൊട്ടിയൂർ ഉത്സവം സമാപിക്കും. കരിയാട് വിരിഞ്ഞിറങ്ങിയത് 20 പെരുമ്പാമ്പിൻ കുട്ടികൾ. 1 മാസത്തോളം മുട്ടകളെ സംരക്ഷിച്ചത് സർപ്പ വളണ്ടിയേഴ്സ്. വിരിഞ്ഞിറങ്ങിയ കുട്ടികളെ കാട്ടിലേക്ക് തുറന്നുവിട്ടു. മുട്ടകൾ വിരിയിച്ചെടുത്തത് കൃത്രിമാന്തരീക്ഷത്തിൽ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ്, കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്.
തലശ്ശേരിയിലെ എക്ലിപ്സ് സലൂണിൽ യുവതിക്ക് നേരെ പീഡന ശ്രമം. ഉടമ അറസ്റ്റിൽ. 24-കാരിയായ യുവതിയാണ് അതിക്രമത്തിന് ഇരയായത്. ഇന്നലെ രാത്രി 8ഓടെയാണ് പീഡന ശ്രമം നടന്നത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സ്ഥാപനം ഉടമയായ കണ്ണൂർ താണയിലെ ഷമീറിനെ അറസ്റ്റ് ചെയ്തു. നഗരമധ്യത്തിലെ സലൂണിൽ തല മസാജ് ചെയ്യുന്നതിനിടയിൽ യുവതിയെ സ്ഥാപന ഉടമ കടന്നുപിടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 8ഓടെ AVK നായർ റോഡിലെ എക്ലിപ്സ് യൂണിക് സലൂണിലാണ് സംഭവം. വിവരമറിഞ്ഞെത്തിയ പോലീസ് സ്ഥാപന ഉടമയായ കണ്ണൂർ താണയിലെ ഷമീറിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 24-കാരിയായ യുവതിയാണ് അതിക്രമത്തിന് ഇരയായത്. ഹെയർ മസാജിംഗ് സലൂണിൽ എത്തിയതായിരുന്നു യുവതി. ജോലിക്കിടയിലാണ് ഉടമ യുവതിയെ കടന്നുപിടിച്ചത്. യുവതി വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രക്ഷോഭിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ദക്ഷിണകാശി വൈശാഖ മഹോത്സവ നിറവിൽ പ്രകൃതിയും മനുഷ്യനും സമന്വയിക്കുന്ന കൊട്ടിയൂർ ഉത്സവ നാളുകൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. 11 മാസത്തോളം ഭക്തർക്ക് പ്രവേശനമില്ലാതിരുന്ന അക്കരെ സന്നിധിയിലേക്ക് ഇടവമാസത്തിലെ മകന്നാളിൽ ഇളനീരെഴുന്നള്ളത്ത് നടന്നതോടെയാണ് ഉത്സവങ്ങൾക്ക് തുടക്കമായത്. കാണാം ഉത്സവ കാഴ്ചകൾ. ബാവലിപ്പുഴയിൽ മുങ്ങി ഈറൻ മാറാതെ കാനനപാത താണ്ടിയുള്ള യാത്ര. കാറ്റും മഴയും വകവയ്ക്കാതെ തിരുവഞ്ചിറ വലം വെച്ച് വിശ്വാസികൾ. പ്രകൃതിയും മനുഷ്യനും വിശ്വാസവും ഒരുമിക്കുന്ന അപൂർവ കാഴ്ച. ഉത്സവകാലത്ത് മാത്രമൊരുക്കുന്ന അക്കരെ കൊട്ടിയൂരിലെ ഓലമേഞ്ഞ പർണശാലകളും ഓടപ്പൂവുകളും പ്രകൃതിയോടിണങ്ങിയ മറ്റ് കാഴ്ചകളാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബാവലിപ്പുഴയോരത്തെ ഈ യാഗഭൂമിയിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. 8 മുതൽ ജൂലൈ 4 വരെയാണ് ഉത്സവം നടക്കുക. 30 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഉത്സവകാലത്ത് പ്രതീക്ഷിക്കുന്നത്. 2000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. 15-നാണ് തിരുവോണം ആരാധന നടക്കുക. 17-ന് ഇളനീർ വെപ്പ്, 18-ന് ഇളനീരാട്ടം, 20-ന് രേവതി ആരാധനയും 24-ന് രോഹിണി ആരാധനയും നടക്കും. 26-ന് തിരുവാതിര ചതുശതം, 27-ന് പുണർദം ചതുശതം, 28-ന് ആയില്യം ചതുശതം, 30-ന് കലംവരവ് കലം പൂജ. ജൂലൈ 3-ന് അത്തം ചതുശതവും വാളാട്ടവും കലശപൂജ എന്നിവയും നടക്കും. 4-നാണ് തൃക്കലശാട്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പട്ടുവം GMRHSSൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. JR ഹെൽത്ത് ഇൻസ്പെക്ടർ ഭാവന K ക്ലാസ് എടുത്തു. വിരഗുളികയെക്കുറിച്ചും അയൺ ഗുളികയെക്കുറിച്ചും ലത JPHN വിശദീകരിച്ചു. NSS കോർഡിനേറ്റർ ടീച്ചർ സനൂജ അജിത്ത് വിദ്യാർത്ഥികൾക്കായി ഗാനം ആലപിച്ചു. പാനൂർ നഗരസഭയിലെ കരിയാട്ടെ വീട്ടുപറമ്പിൽ നിന്ന് ലഭിച്ച 20 മുട്ടകളും വിരിഞ്ഞു. പുറത്തു വന്നത് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങൾ. വിരിഞ്ഞിറങ്ങിയ പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നേരോത്ത്, ഫോറസ്റ്റർ ജിജിൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് വിട്ടു. കഴിഞ്ഞ മാസമാണ് വീട്ടുപറമ്പിൽ പെരുമ്പാമ്പിനെയും മുട്ടകളും കണ്ടതായി സർപ്പ വോളണ്ടിയറും മാർക്കിന്റെ പ്രവർത്തകനുമായ ബിജിലേഷിന് സന്ദേശം ലഭിച്ചത്. ഉടൻ സ്ഥലത്തെത്തിയ ബിജിലേഷ് പെരുമ്പാമ്പിനെ പിടികൂടി. പിന്നീട് ആവാസ സ്ഥലത്ത് വിട്ടയക്കുകയും ചെയ്തു. തുടർ പരിശോധനയിൽ കിട്ടിയ മുട്ടകൾ കൊടിയേരിയിൽ എത്തിച്ച് കൃത്രിമ അന്തരീക്ഷത്തിൽ വിരിയിച്ചെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം ആദ്യ വാരത്തിൽ തന്നെ കരിയാട് ഒരു വീട്ടുപറമ്പിൽ വെച്ച് പെരുമ്പാമ്പിനെയും മുട്ടകളെയും കിട്ടി. സ്വാഭാവികമായിട്ടും അവിടെ നിന്നും അവർ മുട്ടയും ആ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാമ്പിനെ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യും. മുട്ടകളെ അതിൻ്റെ കൃത്രിമ സാഹചര്യത്തിൽ സംരക്ഷിച്ച് ഇന്ന് ആ മുട്ടകൾ വിരിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. വിരിഞ്ഞിറങ്ങിയ പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നേരോത്ത്, ഫോറസ്റ്റർ ജിജിൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് വിട്ടു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP ആയി സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ സിറ്റി അഡീഷണൽ SP KV വേണുഗോപാലിന് യാത്രയയപ്പ് നൽകി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സിറ്റി പോലീസ് കമ്മീഷണർ നിജിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായി 30ഓളം സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിച്ച KV വേണുഗോപാലിന് സർക്കാരിൽ നിന്നും നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സേവന കാലയളവിൽ KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രമാദമായ കേസുകളും തെളിയിച്ചിട്ടുണ്ട്.
കണ്ണൂർ സിറ്റി പരിധിയിലും നിരവധി കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ മികവ് തെളിയിച്ചിട്ടുണ്ട്. KV വേണുഗോപാലന്റെ അന്വേഷണ മികവിനെ പ്രശംസിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ KPA സെക്രട്ടറി സിനീഷ് V, KPOA സെക്രട്ടറി രാജേഷ് K, സംസ്ഥാന നിർവാഹക സമിതി അംഗം രാജേഷ് PV, KPA പ്രസിഡന്റ് സന്ദീപ് കുമാർ VV, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനു ST, KDPCS പ്രസിഡന്റ് പ്രജീഷ് T തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,295, പവന് 74,360 രൂപ, വെള്ളി 120 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കൊല്ലാൻ ശ്രമിച്ച കേസ് 3 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. കേന്ദ്രാനുമതി ലഭിക്കാത്തത് കുറ്റകൃത്യത്തിന് തെളിവില്ലെന്ന് വ്യക്തമാക്കുന്നുവെന്ന് 1-ാം പ്രതി ഫർസീൻ മജീദ്. ദക്ഷിണകാശിയിൽ ഉത്സവനാളുകൾ. ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തർ. കൊട്ടിയൂർ പ്രകൃതിയും മനുഷ്യനും സമന്വയിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. ജൂലൈ 4-ന് തൃക്കലശാട്ടോടെ കൊട്ടിയൂർ ഉത്സവം സമാപിക്കും. കരിയാട് വിരിഞ്ഞിറങ്ങിയത് 20 പെരുമ്പാമ്പിൻ കുട്ടികൾ. 1 മാസത്തോളം മുട്ടകളെ സംരക്ഷിച്ചത് സർപ്പ വളണ്ടിയേഴ്സ്. വിരിഞ്ഞിറങ്ങിയ കുട്ടികളെ കാട്ടിലേക്ക് തുറന്നുവിട്ടു. മുട്ടകൾ വിരിയിച്ചെടുത്തത് കൃത്രിമാന്തരീക്ഷത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.